വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്നൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കേക്ക് തയ്യാറാക്കാനായി ആദ്യം നമുക്ക് കേക്ക് ടിന്നൊന്ന് റെഡിയാക്കി വെക്കാം. അതിനായി ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായി 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദാമാവ്, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് ഒരു 2-3 തവണ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായി 250 ml കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 4 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ബീറ്റർ വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്തെടുക്കണം, എന്നാലേ നന്നായി പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തവണയായിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഇട്ടതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാര കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ റെഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം. ബീറ്റർ കൊണ്ട് നമുക്കിനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കളറെല്ലാം എല്ലാവിടെയും ഒന്ന് മിക്സായി വരുന്നുണ്ട്. നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡിലേക്ക് ഫോൾഡ് ചെയ്യും മാതിരി വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്പൂണിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ കേക്ക് ബാറ്ററിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മറ്റ് കേക്കുകൾ തയ്യാറാക്കുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിനൊപ്പം തന്നെയാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ബേക്കിംഗ് സോഡ ലാസ്റ്റ് ചേർത്തുന്നത് നന്നായി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കേക്ക് ടിന്നിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒരുപാട് തിക്കായി തോന്നുകയാണെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റ് ലെവലാണ് വന്നിരിക്കുന്നത്. ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോവാനായി നമുക്കിത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസൊക്കെ പോവാനായി ഇതുപോലെ ഒന്ന് ചെയ്താലും മതി. നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് ഒരു 45 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിലെ ബട്ടർ പേപ്പർ എല്ലാം മാറ്റി നമുക്കിതൊന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ വശം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളതാണ്. ഞാനിത് 3 ലെയറായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് തന്നെയാണ്. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ക്രീം നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 10 മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായി കേക്ക് ട്രേയിൽ ഒരു ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനൊരു നല്ല ടേസ്റ്റിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 3 ലെയറും വെച്ച് നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ടിങ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കേക്ക് ഇനി ഡിസൈൻ ചെയ്തെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന റെഡ് വെൽവെറ്റ് ക്രംസ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ.